ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകാര്യയോഗ്യമെന്ന് വിശേഷിപ്പിച്ച ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ജാബിർ ബിൻ അബ്ദില്ലാ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ ഫലിയുജ്സിഉഹു, ഒരാൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ നിങ്ങളതിന് പ്രതിഫലം നൽകുക, അതല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യണം. ഫഇല്ലം യജിദ് മാ യുജ്സിഉഹു ഫലിയുസ്നി അലൈഹി, നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫലിയുസ്നി അലൈഹി, നിങ്ങൾ ആ വ്യക്തിയെ പ്രശംസിക്കണം, അയാൾ ആ ചെയ്തു തന്നതിനെ നിങ്ങൾ എടുത്തു പറയണം. ഫഇന്നഹു ഇദാ അസ്നാ ഫഖദ് ശക്കറഹു, അങ്ങനെ നിങ്ങൾ ആ ഉപകാരം എടുത്തു പറഞ്ഞ് അയാളെ പ്രശംസിച്ചാൽ നിങ്ങൾ അയാളോട് നന്ദി കാണിച്ചു, ആ നിലക്ക് നന്ദി കാണിക്കണമെന്നാണ്. വ ഇൻ കതമഹു ഫഖദ് കഫറഹു, നിങ്ങളത് മൂടി വെച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദികേടാണ് കാണിക്കുന്നത്. അപ്പോൾ ഉപകാരം ചെയ്ത ആൾ അറിയണം, നിങ്ങൾ ആ വ്യക്തിയോട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ ഉപകാരം എത്രമാത്രം പ്രയോജനപ്പെട്ടു, അതിലെത്രമാത്രം നിങ്ങൾക്ക് ആശ്വാസമുണ്ടായി എന്നത് നിങ്ങൾക്ക് പറയാം. അത് തന്ന വ്യക്തിയെ നിങ്ങൾക്ക് പ്രശംസിക്കാം. നിങ്ങളത് മറച്ചു വെച്ചാൽ അത് നന്ദികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഉപകാരം ചെയ്തു തന്ന ആൾക്ക് വേണ്ടി നമ്മൾ ദുആ പറയുമ്പോൾ, അതെടുത്തു പറയുമ്പോൾ അയാൾ കേൾക്കത്തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഖൈർ എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു.